الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها النبي حرض المؤمنين على القتال إن يكن منكم 20 صابرون يغلبوا 200 وإن يكن منكم 100 يغلبوا 2000 من الذين كفروا بأنهم قوم لا يفقهون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ, കാരുണ്യവനായ പടച്ചതമ്പുരാൻ നമ്മിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ. ശിഷ്ടജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വാ ചെയ്ത് ജീവിക്കാനും അവന്റെ മാർഗത്തിലായി മുഅ്മിനായി മരിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്കെല്ലാം അള്ളാഹു പരിപൂർണമായ ശിഫ ആജിലായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടം കൊണ്ട് വലയുന്നവർക്ക് അള്ളാഹു കടം വീട്ടാനുള്ള എളുപ്പമായ മാർഗങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനികൾ, സുഡാനികൾ അടക്കം ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും അള്ളാഹു ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഅദ് ബിൻ ഹിഷാം എന്ന് പറയുന്ന താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം സഹാബാക്കളിൽ നിന്നും നേരിട്ട് അറിവ് പഠിച്ച, സഹാബത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രമുഖനായൊരു താബിഈയാണ് സഅദ് ബിൻ ഹിഷാം. അദ്ദേഹം ഒരിക്കൽ തന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് ആ കിട്ടിയ വില കൊണ്ട് അദ്ദേഹം കുതിരകളെ വാങ്ങി, യുദ്ധായുധങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടി. അദ്ദേഹത്തിന്റെ പുറപ്പാട് റോമയോട് യുദ്ധം ചെയ്യാനാണ്. റോമ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തോട് ഒറ്റയ്ക്ക് പോരാടി ചാവേറാകാൻ വേണ്ടിയാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഭാര്യയെ തലാക്ക് ചൊല്ലി. കാരണം മരിക്കാൻ പോകുന്ന തനിക്കിനി ഒരു ഭാര്യയുടെ ആവശ്യമില്ല, താൻ തിരിച്ചു വരുന്നില്ല. അങ്ങനെ ഭാര്യയെ പുനർവിവാഹത്തിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ചു. ഒരു പുനർവിവാഹത്തിന് ആവശ്യമായ സഹായങ്ങളെല്ലാം സഅദ് ബിൻ ഹിഷാം തന്നെ തന്റെ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്ക് റോമ എന്ന് പറയുന്ന വലിയ സാമ്രാജ്യത്തോട് പോരാടി ചാവേറാകാൻ വേണ്ടിയാണ് സഅദ് ബിൻ ഹിഷാം പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവസാന യാത്ര പറയാൻ വേണ്ടി അദ്ദേഹം മദീനയിൽ വന്നു. മദീനയിൽ വന്ന അക്കാലത്ത് ജീവിച്ചിരുന്ന സഹാബാക്കളായ തന്റെ കൂട്ടുകാരെ കണ്ട് അവരോട് യാത്ര പറഞ്ഞു. ഞാനിങ്ങനെ ഈ റോമ സാമ്രാജ്യത്തോട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുകയാണ്. മരിക്കാനാണ് എന്റെ തീരുമാനം. ഞാൻ ഇനി തിരിച്ചു വരൂല്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഞാൻ യാത്ര പറയുകയാണെന്ന് പറഞ്ഞ് സഅദ് ബിൻ ഹിഷാം യാത്ര പറഞ്ഞപ്പോ സഹാബാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ 6 പേര് നീ എടുത്തതുപോലൊരു തീരുമാനം പ്രവാചകന്റെ കാലത്ത് എടുത്തിരുന്നു. കേവലം 6 പേര് കൂടി
റോമാ സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്ത് ചാവേറാകാൻ വേണ്ടി ഞങ്ങൾ 6 പേര് തീരുമാനിച്ചു. റോമാ സാമ്രാജ്യം എന്ന് പറയുന്നത് അക്കാലഘട്ടത്തിൽ ലോകം കണ്ട വലിയ 2 സാമ്രാജ്യങ്ങളിൽ ഒന്നാണ്. ഒന്ന് പേർഷ്യൻ സാമ്രാജ്യമാണ്, മറ്റൊന്ന് റോമാ സാമ്രാജ്യമാണ്. റോമ AD 476 പാശ്ചാത്യൻ റോമ തകരുന്നത്. അതിനു മുമ്പ് ഇന്ന് ലോകത്ത് നിലവിലുള്ള ബ്രിട്ടൻ അടക്കമുള്ള 25ഓളം രാജ്യങ്ങൾ അന്ന് റോമയുടെ കീഴിലാണ്. 12 യൂറോപ്യൻ രാജ്യങ്ങൾ, ഇന്നത്തെ 7 ഏഷ്യൻ രാജ്യങ്ങൾ, 6 ആഫ്രിക്കൻ രാജ്യങ്ങൾ, ഇത് ഉൾക്കൊള്ളുന്ന ഒരു വിശാലമായ സാമ്രാജ്യമാണ് റോമ. അഥവാ ബ്രിട്ടൻ മുതൽ ഈജിപ്റ്റ് വരെ ഒരു ഭാഗം സ്പെയിൻ മുതൽ ഇറാഖ് വരെ. ഈ അതിവിശാലമായ റോമാ സാമ്രാജ്യം 476 തകർന്നതിന് ശേഷം നിലനിന്നിരുന്ന ഇന്നത്തെ തുർക്കിയുടെ തലസ്ഥാനമായ കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമാക്കി ഭരിച്ചിരുന്ന റോമാ സാമ്രാജ്യം, അത് പിന്നീട് ഒട്ടോമൻ തുർക്കികളുടെ കാലത്ത് സുൽത്താൻ മഹ്മൂദിന്റെ കാലത്താണ് 1400-കൾക്ക് ശേഷമാണ് ഇസ്ലാമിന് കീഴിലേക്ക് വരുന്നത്. ഇന്ന് റോം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ്. ഒട്ടോമൻ തുർക്കിയുടെ ഖിലാഫത്തിലേക്ക് വന്ന് മുസ്ലിം ഭരണാധികാരത്തിലേക്ക് 1400-ന് ശേഷം അത് വരുന്നുണ്ട്. ചുരുക്കത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അന്ന് ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്നാണ് റോമ. അതിശക്തമായ സൈനിക ശക്തിയാണ് റോമിനുള്ളത്. അന്ന് ലോകത്ത് ഏറ്റവും നല്ല ആധുനിക ആയുധങ്ങൾ ലഭ്യമായിരുന്ന സാമ്രാജ്യമാണ് റോമ. ആ റോമയോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് സഅദ് ഇബ്നു ഹിശാം എന്ന് പറയുന്ന താബിഈയായ പണ്ഡിതൻ ഒറ്റയ്ക്ക് തന്റെ സമ്പത്തെല്ലാം വിറ്റ് കുതിരകളെ വാങ്ങി ആയുധങ്ങളും വാങ്ങി പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ച് അന്ത്യയാത്ര പറയാൻ വേണ്ടി മദീനയിലെത്തിയത്. അവിടെയാണ് സഹാബാക്കൾ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞങ്ങൾ 6 പേര് ഇതേപോലെ നീ എടുത്ത തീരുമാനം പ്രവാചകന്റെ കാലത്ത് എടുത്തിരുന്നു. കേവലം 6 പേര് പോയിട്ട് ഈ റോമ എന്ന് പറയുന്ന അതിശക്തമായ സാമ്രാജ്യത്തോട് പോരാടി ചാവേറുകളായി മരിച്ചു വീഴുക, അതായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തി. നബി പറഞ്ഞത്, പാടില്ല. നിങ്ങൾ 6 പേര് ഇത്ര വലിയൊരു സാമ്രാജ്യത്തോട് യുദ്ധം ചെയ്യാൻ പോയാൽ അത് ആത്മഹത്യാപരമാണ്. നിങ്ങൾ ചാവേറുകളാകാനാണ് പോകുന്നത്, അത് ചെയ്യരുത്. നിങ്ങൾ എന്റെ വഴി പിൻപറ്റുക എന്ന് പറഞ്ഞ് പ്രവാചകൻ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തിയെന്ന് ഈ 6 പേര് സഅദ് ഇബ്നു ഹിശാമിനോട് പറയുകയും അദ്ദേഹത്തിന് യാത്രാമംഗളം നേരാതെ അദ്ദേഹത്തെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഈ സഅദ് ഇബ്നു ഹിശാം ഉടനെ തന്നെ അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ജീവിച്ചിരിപ്പുണ്ട്. ആയിഷ ബിയുടെ അടുക്കലെത്തി ആയിഷ ബിയോട് കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിച്ചു. ആയിഷ ബിയും പറഞ്ഞു, അതാണ് ശരി. നീ ഒറ്റയ്ക്ക് പോയി ഇത്ര വലിയൊരു സാമ്രാജ്യത്തോട് പോരാടി ചാവേറാകുക എന്നുള്ളത് അത് ദീനല്ല, അത് ആത്മഹത്യയാണ്. നീ ഒറ്റയാനാണ്, അപ്പുറത്ത് നിൽക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ സാമ്രാജ്യമാണ്, ഒരിക്കലും നിനക്ക് ജയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് ശരിയല്ല എന്ന് ആയിഷ ബിവിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി സഅദ് ഇബ്നു ഹിശാം തിരിച്ചു പോന്നു എന്നാണ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇതൊരു സമാധാനത്തിന്റെ മതമാണ്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് സമാധാനത്തിന്റെ മതം എന്നാണ്. ദീനുൽ ഇസ്ലാം, സലാം എന്നാൽ സമാധാനം എന്നാണ്. നമ്മൾ പരസ്പരം കാണുമ്പോൾ പറയുന്നത് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്നാണ്. ദീനിന്റെ ലക്ഷ്യവും ലോകത്ത് സമാധാനമുണ്ടാകലാണ്. ലോകത്തെല്ലാവരും സമാധാനത്തോടെ ജീവിക്കണം. മനുഷ്യര് മാത്രമല്ല, മൃഗങ്ങളും സർവ്വ ജീവജാലങ്ങളും സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ലോകമാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും ദയ കാണിക്കാൻ, എല്ലാവരോടും കരുണ കാണിക്കാൻ
പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നവംബർ 13 ലോക ദയാദിനമാണ്. 1998 ജപ്പാനിൽ ഇങ്ങനെ ഒരു മൂവ്മെന്റ് തുടക്കം കുറിക്കുന്നത്. ഇന്ന് ലോകത്ത് ധാരാളം രാജ്യങ്ങൾ ഇന്നലെ ദയാദിനം ആചരിച്ചു. എല്ലാവരോടും ദയ കാണിക്കുക, എല്ലാവരോടും കരുണ കാണിക്കുക എന്നൊരു സന്ദേശമാണ് സ്കൂളുകളിലൊക്കെ നടന്ന ചടങ്ങുകളിലൂടെ കൈമാറിയത്. ഇത് 1998 ഈ മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്നതെങ്കിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിന്റെ 1-ാം ദിവസം തന്നെ മനുഷ്യരോട് പറഞ്ഞത് ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാവരോടും കരുണയുള്ളവരായി ജീവിക്കും, എന്നാൽ ആകാശത്തുള്ള പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് കരുണ ചെയ്യുമെന്നാണ്. ഈ കരുണയും ദയയുമാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഒരു കുരുവിയെ പോലും മൻ ഖത്തല ഉസ്ഫൂറ, ഒരു ചെറിയ കുരുവി, അതിനെ ഒരാൾ അകാരണമായി കൊന്നാൽ അതിനെക്കുറിച്ച് നാളെ പടച്ചോന്റെ കോടതിയിൽ ചോദ്യം ഉണ്ടാകും. നിനക്ക് ഭക്ഷിക്കാൻ അനുവദിച്ച മൃഗങ്ങളെ നിനക്ക് അറുത്തു ഭക്ഷിക്കാം. അറുക്കുമ്പോൾ പോലും കൃത്യമായി നിബന്ധനകൾ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ആ ജീവിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് അറുത്തു നിനക്കതിനെ ഭക്ഷിക്കാം. അറക്കാനല്ലാതെ ഒരു കുരുവിയെ പോലും നീ കൊന്നിട്ടുണ്ടെങ്കിൽ നാളെ പടച്ച തമ്പുരാന്റെ നീതിയുടെ കോടതിയിൽ നീ സമാധാനം പറയേണ്ടി വരുമെന്ന് പഠിപ്പിച്ച നീതിയുടെ നുറകടമായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ മതത്തോട് ഒരിക്കലും ഭീകരത ചേർക്കാൻ കഴിയില്ല, തീവ്രത ചേർക്കാൻ കഴിയില്ല. ഒരു ഉറുമ്പിൻകൂടിന് തന്റെ അനുയായികളെ തീയിട്ടപ്പോ പ്രവാചകൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ദേഷ്യപ്പെട്ടുണ്ടാകുക അന്നായിരിക്കും. ആരാണ് ഈ ഉറുമ്പിൻകൂടിന് തീയിട്ടത്? അതുപോലും സഹിക്കാൻ കഴിയാത്തൊരു പ്രവാചകൻ മനുഷ്യരെ മാത്രമല്ല സർവ്വ ജീവജാലങ്ങളോടും ഈ ഒരു കാരുണ്യം കാണിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതമാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭീകരത എന്ന് പറയുന്നത് ഇസ്ലാമിന് ഒരിക്കലും ചേരാത്തൊരു പദപ്രയോഗമാണ്. ആ പദപ്രയോഗത്തെ ഇസ്ലാമുമായി ചേർക്കാൻ കഴിയില്ല. പക്ഷെ എന്താണ് ഭീകരത? ഇർഹാബിയത്ത് എന്നാണ് അറബിയിൽ പറയുക, ടെററിസം. കൃത്യമായൊരു നിർവചനം ഇന്നേ വരെ ഈ ഇർഹാബിയത്തിന്, ഭീകരതയ്ക്ക് പറയപ്പെട്ടിട്ടില്ല. UN പറയുന്നൊരു നിർവചനമുണ്ട്, അമേരിക്ക പറയുന്നൊരു നിർവചനമുണ്ട്, ഈജിപ്തിനൊരു നിർവചനമുണ്ട്. ഓരോ രാജ്യങ്ങളും അവരുടെ രാജ്യങ്ങളുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഭീകരതയ്ക്ക് നിർവചനം പറഞ്ഞിട്ടുണ്ട്. പൊതുവെ ഭീകരത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവനെതിരായ, അവന്റെ സ്വത്തിനെതിരായ, അവന്റെ അഭിമാനത്തിനെതിരായ, അവന്റെ ബുദ്ധിക്കെതിരായ, അവന്റെ വിശ്വാസത്തിനെതിരായ അന്യായമായ ഏത് കടന്നുകയറ്റവും ഭീകരതയാണ്. അത് വ്യക്തി ചെയ്താലും ഗവൺമെന്റ് ചെയ്താലും ഏജൻസികൾ ചെയ്താലും സ്വകാര്യമായ ഏതെങ്കിലും സംഘടനകൾ ചെയ്താലും ഇതൊക്കെ ഭീകരതയാണ്. ഇതാണ് ഭീകരതയുടെ നിർവചനം. ദാറുൽ ഉലൂം ദേവബന്ദ് ദേശീയ പ്രസ്ഥാനവുമായി, സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി തുടക്കം മുതൽ ചേർന്നു നിന്നൊരു സംഘടനയാണ്, ഒരു സ്ഥാപനമാണ് ദാറുൽ ഉലൂം ദേവബന്ദ്. ദാറുൽ ഉലൂം ദേവബന്ദ് ഭീകരതയ്ക്ക് ഒരു നിർവചനം പറഞ്ഞത് ഇങ്ങനെയാണ്. 4000 പണ്ഡിതന്മാര് പങ്കെടുത്ത സമ്മേളനത്തിൽ ദാറുൽ ഉലൂം ദേവബന്ദ് ഒരു പ്രമേയം അവതരിപ്പിച്ചു ഭീകരതയ്ക്കെതിരെ. ഈ നിർവചനം കൊടുത്തു. രാജ്യത്തെ ബുദ്ധിജീവികൾ മുഴുവനും ഏറ്റെടുത്തു. ഇതാണ് ശരിയായ നിർവചനം. സർക്കാർ ചെയ്താലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതും ഭീകരതയാണ്. ഈ നിർവചനത്തെ ബുദ്ധിജീവികൾ ഏറ്റെടുത്തിട്ട് ചിലരൊക്കെ പറഞ്ഞത് ഇത് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കണമെന്നാണ് ഭീകരതയുടെ നിർവചനം. അപ്പൊ കൃത്യമാണ് ഇസ്ലാമിന്റെ നിലപാട്. ഭീകരതയ്ക്കെതിരെ കൃത്യമായൊരു നിലപാട് പരിശുദ്ധ ഇസ്ലാമിനുണ്ട്. പരിശുദ്ധ ഇസ്ലാം ജിഹാദ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാം ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോ വർത്തമാനകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ വൈറ്റ് കോളർ ഭീകരതയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിന് വേറൊരു പദപ്രയോഗം കൂടി വന്നു. പത്രമാധ്യമങ്ങൾ ഒരു പദപ്രയോഗം കൂടി എടുത്തു, വൈറ്റ് കോളർ ജിഹാദ്. പല ജിഹാദുകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പുതിയ ജിഹാദാണ് വൈറ്റ് കോളർ ജിഹാദ്. മതേതര വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഇത്തരത്തിലുള്ള ഭീകരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിന് പറയുന്ന പേരാണ് വൈറ്റ് കോളർ ഭീകരത.
പരിശുദ്ധ ഇസ്ലാം ജിഹാദിനെ കുറിച്ച് പറയുന്നുണ്ട്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീനിനെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി, ലോകത്ത് മനുഷ്യർക്ക് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെടാൻ വേണ്ടി മുസ്ലിമീങ്ങൾ നടത്തുന്ന ഏത് പരിശ്രമങ്ങളും ജിഹാദാണ്. അതിന്റെ ലക്ഷ്യം ഇതാണ്, ലോകത്ത് നീതി നടപ്പിലാകണം. അതാ ജിഹാദിന്റെ ലക്ഷ്യം. അതിനകത്ത് ഖിത്താലുണ്ട്, പോരാട്ടങ്ങളുണ്ട്. 80ഓളം യുദ്ധങ്ങൾ പ്രവാചകന്റെ കാലത്ത് നടന്നിട്ടുണ്ട്, നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷെ ആ യുദ്ധങ്ങളുടെ എണ്ണസംഖ്യ 1000-ൽ താഴെയാണ്. 80ഓളം യുദ്ധങ്ങൾ നയിച്ചിട്ട് രണ്ടു ഭാഗത്തു നിന്നും കൊല്ലപ്പെട്ട മനുഷ്യരുടെ എണ്ണം എടുക്കുമ്പോഴാണ് അതൊരു എന്ത് യുദ്ധമായിരുന്നു നമ്മൾ ആലോചിക്കേണ്ടി വരിക. 1000-ൽ താഴെ ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ യുദ്ധങ്ങൾക്ക് കൃത്യമായ നിർവചനങ്ങൾ, യുദ്ധത്തിന് പുറപ്പെടുന്ന യോദ്ധാക്കൾക്ക് കൃത്യമായ നിബന്ധനകൾ, നിർദ്ദേശങ്ങൾ പ്രവാചകൻ കൊടുത്തിട്ടുണ്ട്. ഒരു നിരപരാധി കൊല്ലപ്പെടാൻ പാടില്ല. പോരാട്ടക്കളത്തിൽ വരുന്ന തന്റെ എതിരെ വരുന്ന ശത്രുവിനെ അല്ലാതെ വെട്ടിവീഴ്ത്താൻ പാടില്ല. മരങ്ങൾ മുറിച്ചു നീക്കപ്പെടാൻ പാടില്ല. സന്യാസി മഠങ്ങളിൽ ആരാധിച്ചിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ പാടില്ല. സ്ത്രീകളും കുട്ടികളും ക്രൂശിക്കപ്പെടാൻ പാടില്ല. ഒരു യുദ്ധവേളയിലല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാലിനോട് ചോദിച്ചത്? 2 സ്ത്രീകളുടെ ഭർത്താക്കന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ആ സ്ത്രീകൾ മുസ്ലിമീങ്ങളല്ല, അവരെ കൊന്നത് മുസ്ലിമീങ്ങളാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ സ്ത്രീകളുടെ അരിത്തോട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആ പെണ്ണുങ്ങൾ കരയാണ്, ഭർത്താവ് മരിച്ച ദുഃഖത്തിൽ കരയുന്ന സ്ത്രീകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട് ബിലാലിനോട്, അനുസിഅത്ത് റഹ്മത്തു മിൻക യാ ബിലാൽ, ബിലാലെ നിന്റെ മനസ്സിൽ പറ്റേ കരുണയില്ലാതായി പോയല്ലോ. ആ കരയുന്ന പെണ്ണുങ്ങളൊന്ന് ആശ്വസിപ്പിച്ചുകൂടായിരുന്നു? മുസ്ലിമീങ്ങളുടെ ശത്രുക്കളായിരുന്ന 2 പേരെ കൊല ചെയ്യപ്പെട്ടിട്ട് അവരുടെ വിധവകൾ കരയുമ്പോ അവരൊന്ന് ആശ്വസിപ്പിച്ചുകൂടായിരുന്നോ എന്ന് തന്റെ അനുചരനോട് ചോദിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കരുണാമയനാണ് ആ നബി. പിൽക്കാലത്തും യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്, ജിഹാദുകളുണ്ട്. ഖതീബ് മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് ഒരു വാളെടുക്കുന്നുണ്ട്, ആയിരിക്കുന്ന വാള്. അതെന്തിനാണ് ആ വാള്? വാളോ വടിയോ പിടിച്ച് ഖതീബ് 2 ഖുതുബയും നിർവഹിക്കണം. എല്ലാ ജുമകളിലും ഖതീബ് എടുക്കേണ്ട വാള് അല്ലെങ്കിൽ വടി അതെടുക്കണം, 2 ഖുതുബയിലും. അതിനൊരു നിയമമുണ്ട്. മുറുക്കി എന്നാണ് അദ്ദേഹത്തിന് പറയുക. നമ്മൾ മോദിന്ന് വിളിക്കും, ബാങ്ക് വിളിക്കുന്നയാള്. വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ പേര് മുറുക്കി എന്നാണ്. മുറുക്കി എന്ന് പറഞ്ഞാൽ ഖതീബിനെ മെമ്പറെ കയറ്റുന്നയാളെന്നാണ്. ആ ജോലി അദ്ദേഹത്തിന്റേതാ. ആ വാളെടുത്ത് കൊടുത്തിട്ട് മിമ്പറിൽ ഖതീബിനെ കയറ്റണം. വലത് കൈ കൊണ്ട് വാള് ഖതീബിന്റെ വലത് കൈയിലേക്ക് കൊടുക്കണം. ഖതീബ് അത് വലത് കൈ കൊണ്ട് വാങ്ങി മിമ്പറിൽ കയറി ഇടത് കൈയിലേക്ക് പിടിക്കണം. ഇറങ്ങി വരുമ്പോൾ ഖതീബ് തന്റെ വലത് കൈ കൊണ്ട് മുറുക്കിയുടെ വലത് കൈയിലേക്ക് ആ വാള് കൊടുക്കണം. ഈ വാൾ എന്തിനാ പിടിക്കുന്നത്? ഇടത് കൈയിലാണ് ഖതീബ് വാള് പിടിക്കേണ്ടത്. ഒരു യോദ്ധാവ് തന്റെ യുദ്ധക്കളത്തിൽ പിടിക്കുന്നത്, വാള് പിടിക്കുന്നത് ഇടത് കൈ കൊണ്ടാണ് ആദ്യം പിടിക്കുക. നമ്മുടെ പൂർവികരായ ആളുകൾ ഈ ദീനിനു വേണ്ടി ചെയ്ത ത്യാഗസമരങ്ങളെ അനുസ്മരിക്കാനാണ് വെള്ളിയാഴ്ചകളിൽ ഈ മാലോകര് മുഴുവനും കാണുന്ന രീതിയിൽ ഇതിന്റെ മുകളിൽ കയറിയിട്ട് വാള് പിടിക്കുന്നത്. ഉണ്ട്, ജിഹാദുകൾ, സമരങ്ങൾ നടന്നിട്ടുണ്ട്. പൂർവികരെ അനുസ്മരിക്കുകയാണ് ആ വാളോ ആ വടിയോ പിടിക്കുന്നതിലൂടെ. അതൊരു പ്രത്യേക ജുമയുടെ ഒരു പ്രത്യേക ഭാഗമാണ്. അപ്പോ ജിഹാദ് എന്ന് പറയുന്നത് ഭീകരതയല്ല. ജിഹാദും ഭീകരതയും തമ്മിൽ ഒരിക്കലും കൂട്ടിക്കെട്ടാൻ പറ്റില്ല. ന്യായരഹിതമായ പോരാട്ടങ്ങളെ, ന്യായരഹിതമായ കയ്യേറ്റങ്ങളെയാണ് ഭീകരത എന്ന് നിർവചിക്കപ്പെടേണ്ടത്. പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എല്ലാ മനുഷ്യരുടെയും രക്തത്തിന് വില കൽപ്പിച്ച മതമാണ്. ഒരാളുടെ ചോര പോലും, ഒരു നിരപരാധിയുടെ ചോര പോലും ഭൂമിയിൽ വീഴരുതെന്ന് നിർബന്ധം പിടിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി ഫകഅന്നമാ ഖതലൻ നാസ ജമിയാ. ഒരു നിരപരാധിയുടെ ചോര ഈ ഭൂമിയിൽ ഒരാൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നതുപോലെയാണ്. അത്രയും കുറ്റമാണ് അതിനുള്ളത്. ഒരു നിരപരാധിയുടെ ചോര വീണാൽ മനുഷ്യന്റെ രക്തത്തിന് മാത്രമല്ല, മനുഷ്യന്റെ സമ്പത്തിന് വില കൽപ്പിച്ചു, അവന്റെ അഭിമാനത്തിന് വില കൽപ്പിച്ചു, അവന്റെ ബുദ്ധിക്ക് വില കൽപ്പിച്ചു, അവന്റെ വിശ്വാസത്തിന് വില കൽപ്പിച്ചു. അതുകൊണ്ട് വിശ്വാസം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ഭൂമി ലോകത്ത് എല്ലാ മനുഷ്യർക്കും ഉണ്ട്, ഇഷ്ടമുള്ള വിശ്വാസം. അക്കൂട്ടത്തിൽ ഇസ്ലാം സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം വകവെച്ചു തരണം, അത്രയേ ഉള്ളൂ.
അള്ളാഹുവിന്റെ മതം സ്വീകരിക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ ഒരാൾ തടസ്സം നിൽക്കുന്നെങ്കിൽ ആ തടസ്സം നീക്കിക്കളയാൻ പോരാട്ടങ്ങൾ ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. ആ പോരാട്ട വഴിയിൽ ഇസ്ലാം ചെയ്ത പരിശുദ്ധമായ പവിത്രമായ പോരാട്ടങ്ങളെയാണ് ജിഹാദ് എന്ന് വിശേഷിപ്പിക്കപ്പെടുക. അത് ഇസ്ലാമിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് കാണുന്ന ഈ പോരാട്ടങ്ങൾ അത് ISIS നടത്തുന്നതാകട്ടെ, അൽ-ഖായിദ നടത്തുന്നതാകട്ടെ, അല്ലെങ്കിൽ അതേപോലുള്ള ലഷ്കർ തയ്യിബ അതുപോലുള്ള ഭീകര സംഘടനകൾ എന്ന പേരിൽ ഉള്ളതോ ഇല്ലാത്തതോ നമുക്കറിയില്ല. ഇന്ന് അറിയപ്പെടുന്ന ഈ സംഘടനകൾ ഇപ്പൊ സുഡാനിൽ നടക്കുന്ന പോരാട്ടം, RSF നടത്തുന്ന പോരാട്ടം, മറ്റേതോ അറബ് രാജ്യങ്ങളുടെയോ മറ്റോ പിന്തുണയോടുകൂടി, ഇത്തരം പോരാട്ടങ്ങളൊന്നും ജിഹാദിന്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും ജിഹാദുമല്ല. ഇതെല്ലാം പരിശുദ്ധ ഇസ്ലാം വിലക്കിയ തീവ്രമായ പ്രവർത്തനങ്ങളാണ്. ഇതിനൊന്നും ഇസ്ലാമിന് ബന്ധമില്ല. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞു വെച്ചത്. സഅദ് ബിൻ ഹിഷാം റളിയല്ലാഹു അൻഹു റോമിനോട് പോരാട്ടത്തിന് പോകുമ്പോൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തുകയാണ്. കാരണം അത് ചാവേറാണ്. വിമാനം റാഞ്ചുക, ആളുകൾ കൂടുന്നിടത്ത് ബോംബ് പൊട്ടിച്ച് മനുഷ്യരെ കൊല്ലുക, വിധ്വംസക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, ഇതൊക്കെ തെറ്റാണ്. ഇതൊക്കെ മനുഷ്യരാശിയോട് ചെയ്യുന്ന തെറ്റാണ്. ഇതൊന്നും ഇസ്ലാം അനുവദിച്ചതല്ല. കർശനമായി ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ISIS പോലുള്ള സംഘടനകൾ നടത്തുന്ന ഇത്തരം തീവ്രവാദപരമായ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, സംഘടനകൾ, സ്ഫോടനങ്ങൾ, ഇതൊന്നും ഇസ്ലാമിന്റെ അക്കൗണ്ടിൽ വരവയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇവിടെ പരിശുദ്ധ ഖുർആനിൽ നിന്നും ചില ആയത്തുകളെ ആളുകൾ എടുത്തു പറയാറുണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാം വിമർശകർ. വിശുദ്ധ ഖുർആനിൽ എത്ര സ്ഥലത്തുണ്ട് കാഫിര്യങ്ങളെ കൊല്ലാൻ? ഉണ്ടല്ലോ. മുശ്രിക്കീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് ഖുർആനിലുണ്ട്. ഇത് എവിടെയാണ്? എവിടെ കണ്ടെടുത്താണ്? യുദ്ധക്കളത്തിൽ തന്റെ ശത്രുനിരയിൽ കണ്ട മുശ്രിക്കിനെ കൊല്ലണ കാര്യമാണത്. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് കാണുന്ന മുശ്രിക്കീങ്ങളെ, കാഫിര്യങ്ങളെ കൊല്ലണ കാര്യമല്ലേ പറയുന്നത്. ഖാത്തുലുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി, ഒരായത്ത് ഇങ്ങനെയാണ്: അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. അല്ലാഹു ഹറാമാക്കിയത് ഹറാമാക്കാത്തവരോട്, അള്ളാഹുവിന്റെ മതത്തെ അംഗീകരിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യുക. ഇങ്ങനെ ഒരു ആയത്തുണ്ട്. ഇതൊക്കെ ഖുർആനിന്റെ പരിഭാഷ വെച്ച് വായിച്ചു നോക്കിയാൽ കാണാവുന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ ഇത്തരം പരാമർശങ്ങളൊക്കെ യുദ്ധ സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ഇത്തരം ആയത്തുകളെ സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് തൽപര കക്ഷികൾ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ സമാധാനത്തിന്റെ മതം നേരിടുന്ന വലിയൊരു ഭീഷണി. നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ്. ഇവിടെ ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഒരിക്കലും മതവിരുദ്ധമല്ല, ഒരു മതത്തിനും എതിരല്ല. ഇന്ത്യയുടെ ഭരണഘടന ഒരു മതത്തിനും എതിരല്ല. എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. രാജ്യം ഭരിക്കുന്ന ആളുകൾക്ക് അജണ്ടകൾ ഉണ്ടാകാം, പക്ഷെ ഭരണഘടന അതിനെ അംഗീകരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തെറ്റ് ചെയ്താൽ അവരെ തിരുത്താൻ, ഈ രാജ്യത്തെ ജനാധിപത്യ രീതിയിൽ തിരുത്താനുള്ള മൗലികമായ അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏറ്റവും വലിയ ജിഹാദ് ഏതാണെന്ന ചോദ്യത്തിന് പ്രവാചകൻ പറഞ്ഞ മറുപടി കലിമത്തു ഹഖ്ഇൻ ഇൻദ സുൽത്താനിൻ ജായിരി. അക്രമിയായ ഭരണാധികാരിയുടെ അടുക്കൽ ചെന്നിട്ട് അവനോട് സത്യം പറയുക, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാൻ കഴിയുക. അത് ഭരണാധികാരിയുടെ അടുക്കൽ പറയണം. പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയല്ല വേണ്ടത്. ജനാധിപത്യ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ പറ്റും, അല്ലാത്തടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ല വേണ്ടത്. ആ ഭരണാധികാരിയോട് അത് പറയാൻ കഴിയും. നമ്മൾ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഇസ്ലാം ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ മുസ്ലിമീങ്ങൾ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 13 വർഷക്കാലം മക്കയിൽ ജീവിച്ചത് ബഹുസ്വര സമൂഹത്തിലാണ്. അവിടെ എല്ലാ മതക്കാരും ഉണ്ടായിരുന്നില്ലേ? പിന്നെയല്ലേ 10 വർഷക്കാലം ഒരു മദീനയിൽ ഒരു പ്രവാചകൻ അധികാരം ഉണ്ടായിരുന്നത്. അതുകൊണ്ടൊരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മുസ്ലിമിന് ജീവിക്കാൻ കഴിയും. ബഹുസ്വരത എന്നുള്ളത് അത് അള്ളാഹുവിന്റെ ലക്ഷ്യവുമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും അള്ളാഹു വിശ്വാസികളാക്കുമായിരുന്നു. വലൗ ശാഅ റബ്ബുക, നിന്റെ നാഥൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നെങ്കിൽ ഭൂമിയിൽ ഒരൊറ്റ സത്യനിഷേധി ഉണ്ടാകുമായിരുന്നില്ല, എല്ലാവരെയും അള്ളാഹു വിശ്വാസികളാക്കുമായിരുന്നു. പക്ഷെ വലാ യസാലൂന മുഖ്തലിഫീൻ, നിങ്ങളിങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കും. മതത്തിന്റെ, ജാതിയുടെ, വർഗത്തിന്റെ, വർണ്ണത്തിന്റെ പേരിൽ നിങ്ങളിങ്ങനെ ഭിന്നിച്ചുകൊണ്ടിരിക്കും. ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിലേക്ക് ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല.
ആരെയും നിർബന്ധിക്കേണ്ട, ഒരാളും ഇങ്ങോട്ട് നിർബന്ധിച്ച് ആരെയും കടത്തിക്കൊണ്ടിരുന്ന ചുമതല നമുക്കില്ല. പക്ഷെ ഈ മതം നമ്മൾ പ്രബോധനം ചെയ്യണം. ഇന്ന് പരിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച ചില യുവാക്കൾ പല നാടുകളിലും ഈ രീതിയിൽ ചില തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്. അതിന് 4-5 കാരണങ്ങളുണ്ട്. ഒന്ന്, എന്താണ് പരിശുദ്ധ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഖുർആനിൽ നിന്നും അവർ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല. അവരുടെ അജ്ഞതയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ചില സംഘടനകളോടുള്ള അന്ധമായ വിധേയത്വമാണ്. ആ വിധേയത്വം ചില ആളുകളെ, ചില ചെറുപ്പക്കാരെ ഭീകരവാദത്തിലേക്ക് കൊണ്ടുപോയെന്നിരിക്കാം. മൂന്നാമത്തത് ചില നാടുകളിൽ നടക്കുന്ന നീതി നിഷേധമാണ്, ഭരണകൂടത്തിന്റെ ഭാഗത്തുള്ള നീതി നിഷേധം. ഭരണകൂടം നീതി നിഷേധിക്കുമ്പോ നാട്ടിലെ ചെറുപ്പക്കാർ ഒരുപക്ഷെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടെന്നിരിക്കാം. അതാണ് ഒരു കാരണം. മറ്റൊരു കാരണം തൊഴിലില്ലായ്മയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു തൊഴിലുണ്ടാവില്ല. മദ്രസകളല്ല ഭീകരവാദികളെ സൃഷ്ടിച്ചത്, അത് വാഷിംഗ്ടണിന്റെ അഭിപ്രായമാണ്. മദ്രസകളാണ് ഭീകരവാദികളെ സൃഷ്ടിച്ചതെന്നുള്ളത് വാഷിംഗ്ടണിന്റെ അഭിപ്രായമാണ്. അതല്ല ശരി. ഇവിടെ ഭീകരപ്രവർത്തനം നടത്തിയവരുടെ കൂട്ടത്തിൽ അഭ്യസ്തവിദ്യരായ ധാരാളം ആൾക്കാരുണ്ടായിരുന്നില്ലേ? വി ഡി സവർക്കർ ആരായിരുന്നു? ഗാന്ധി വധക്കേസിൽ കുറ്റാരോപിതനായ വി ഡി സവർക്കർ അന്നത്തെ BA പാസ്സായ ആളാണ്. ബോംബെയിലെ നല്ലൊരു കോളേജിൽ നിന്നും BA പാസ്, അന്നത്തെ BA. ലണ്ടനിൽ പോയി ബാരിസ്റ്ററായ ആളാണ് ആ മനുഷ്യൻ. അപ്പൊ അഭ്യസ്തവിദ്യരായ മതേതര വിദ്യാഭ്യാസം ലഭിച്ച ധാരാളം ആളുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി കഴിഞ്ഞ കാലങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് ഇത്തരം പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാകുക എന്നുള്ളൊരു പ്രാധാന്യമാണ്. ഇന്നത്തെ യുവസമൂഹം, വഴിതെറ്റിപ്പോകുന്ന യുവസമൂഹത്തെ അവരെ ശരിയായ ഇസ്ലാമിന്റെ ദിശയിലൂടെ തിരിച്ചു കൊണ്ടുവിടാൻ ഇസ്ലാമിക സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. കോടികൾ മുടക്കി സമ്മേളനം നടത്തിയാൽ മാത്രം പോരാ. സംഘടനകൾ ഇത്തരത്തിലുള്ള മുസ്ലിം ചെറുപ്പക്കാരെ ആദർശത്തിൽ അധിഷ്ഠിതമായി ദീനീ ദഅവത്തിന്റെ രംഗത്തേക്ക് അവരെ കൊണ്ടുവരണം. തൊഴിലില്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ മുസ്ലിം ആകാൻ വേണ്ടി വന്നു. അദ്ദേഹം മുസ്ലിമായി കഴിഞ്ഞപ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ, ഞാനിപ്പോ കലിമ ചൊല്ലി ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് രാത്രി കിടന്ന് ഉറക്കം വരുമെന്ന് തോന്നില്ല. ഇന്നലെ വരെ ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. നബി ചോദിച്ചു, എന്തായിരുന്നു എന്റെ രാത്രി പണി? ഞാൻ രാത്രി ആടുകളെ മോഷ്ടിക്കുന്ന ജോലിയാണ് എനിക്ക്. രാത്രി ഉറങ്ങാറില്ല. എവിടെയെങ്കിലും ഈ ആടുകളെ മോഷ്ടിച്ചുകൊണ്ട് വരും. ഇതാണ് എന്റെ രാത്രി പണി, പകലുറങ്ങും. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലായി, ഈ മനുഷ്യനെ എങ്ങനെ വിട്ടാൽ ശരിയാവൂല, അയാൾക്കൊരു ജോലി കൊടുക്കണം. നബി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് ഞാൻ രാത്രി ഒരു ജോലി തരാം. നമ്മുടെ ധാരാളം ആളുകൾ അകാരണമായി അമുസ്ലിങ്ങൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. ബന്ദികളായ ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. നീ രാത്രി പോയി അവരെ പിടിച്ചുകൊണ്ടുവരണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പകരം ജോലി കൊടുക്കുകയാണ്. ആ മനുഷ്യൻ പിന്നെ ആ ഒരു ജോലിയിലായി രാത്രി. അപ്പൊ ഒരു തൊഴിലില്ലായ്മ എന്നുള്ളത്, ജോലിയില്ലായ്മ എന്നുള്ളത് ചെറുപ്പക്കാരെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ തിരിച്ചുകൊണ്ടുപോകുന്നുണ്ട്. സത്യത്തിൽ ഇസ്ലാം കാഴ്ചവച്ച ചെറുപ്പം, യുവത്വം എത്ര മനോഹരമായിരുന്നു. ഈ പരിശുദ്ധ ഇസ്ലാമി യുവാക്കളല്ലേ സംഭാവനയൊക്കെ ചെയ്തത്. മൈക്കിൾ ജാക്സൺ, അദ്ദേഹത്തിന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഗെയ്മർ ജാക്സൺ എന്ന അദ്ദേഹത്തിന്റെ പേര്, ഗെയ്മർ ജാക്സൺ. 1959 ജനിച്ച് 89 മുസ്ലിമായ ആളാണ് ഇദ്ദേഹം, ജാക്സന്റെ സഹോദരൻ ഗെയ്മർ ജാക്സൺ. അദ്ദേഹം മുസ്ലിമാകാൻ ഒരു കാരണം പറയുന്നുണ്ട്. 2009 മൈക്കിൾ ജാക്സൺ മരിച്ചതിന് ശേഷം ആ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. നല്ല ഗായകനായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കൽ സൗദി അറേബ്യ സന്ദർശിച്ചു. ഞാൻ അവിടുത്തെ ചെറുപ്പക്കാരുമായി ഇടപെട്ടപ്പോ എനിക്ക് ആ സൗദി അറേബ്യയിലെ ചെറുപ്പക്കാർ എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇത്ര നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാർ, ഇത്ര നല്ല സ്വഭാവമുള്ള ചെറുപ്പക്കാർ ഞാനൊരു നാട്ടിലും ഇതുപോലുള്ള ആളുകളെ കണ്ടിട്ടില്ല. യുവാക്കളൊക്കെ ഇത്രയൊക്കെ നല്ല ചെറുപ്പക്കാർ, നല്ല സ്വഭാവം ഉണ്ടാകുമോ? അദ്ദേഹം പറയും, ഞാൻ പിന്നെ ശങ്കിച്ചില്ല. ഈ യുവാക്കളാണ് എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. ആലോചിച്ച് നോക്ക്, യുവത്വം ഇത്ര വലിയ പ്രസിദ്ധനായ ഒരു മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ ഈ യുവാക്കൾക്ക് കഴിഞ്ഞെങ്കിൽ, എന്റെ യുവാക്കളെ, നിങ്ങൾ ഈ ദീനിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ആളുകളാണ്. നിങ്ങളെയാണ് ഈ ദീനിന്റെ ചുമതല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കഴിഞ്ഞാൽ ആദ്യകാല മുസ്ലിമീങ്ങളിൽ പ്രവാചകനേക്കാൾ പ്രായം കൂടിയ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. ചെറുപ്പക്കാരായിരുന്നു. അലി റളിയല്ലാഹു അൻഹു 10 വയസ്സിലാണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. എല്ലാം ചെറുപ്പക്കാർ. ബദർ രണ്ടാംകളത്തിന് വേണ്ടി പ്രവാചകൻ ബദർ യുദ്ധത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സമയം 8 കുട്ടികൾ പ്രവാചകന്റെ മുന്നിൽ വന്നു. 8 കുട്ടികൾ.
അവർ പറഞ്ഞു, നബി ഞങ്ങൾക്ക് യുദ്ധത്തിന് വരണം, ബദറിലേക്ക് വരണം. നബി ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? ഒരാൾ പറഞ്ഞു, എനിക്ക് 11, 12, 13, 14 വയസ്സ്. 8 കുട്ടികളുടെ പ്രായം 11, 14 ഇടയിലാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മക്കളെ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ പ്രായമായിട്ടില്ല, നിങ്ങൾ തിരിച്ചു പോകും, നിങ്ങൾക്ക് പ്രായമാകുന്ന സമയത്ത് യുദ്ധത്തിന് കൊണ്ടുപോകാം. അവര് പറഞ്ഞു, ഇല്ല റസൂലേ, ഞങ്ങൾ തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല, ഞങ്ങൾക്ക് ദീനിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ആ കൂട്ടത്തിൽ ഒരു കുട്ടിയായിരുന്നു റാഫി ഇബ്നു ഖദീജ റളിയല്ലാഹു അൻഹു. ആ കുട്ടി 11 വയസ്സുകാരൻ നബിയുടെ മുന്നിൽ വെച്ചിട്ട് ഒരു കുന്തമെടുത്ത് ഇങ്ങനെ എറിയുന്നുണ്ട്. നബിയോട് പറഞ്ഞു, നബിയെ, തങ്ങൾ കണ്ടോ എന്റെ പ്രകടനം? എനിക്ക് നന്നായിട്ട് ഈ അമ്പെറിയാൻ അറിയാം, അതുകൊണ്ട് എന്നെ കൊണ്ടുപോകണം. എന്റെ പ്രകടനം തങ്ങൾ കണ്ടതല്ലേ? പ്രവാചകൻ അമ്പരന്നു പോയി ആ കുട്ടിയുടെ പ്രകടനം കണ്ടിട്ട്. അവസാന പ്രവാചകൻ ആ കുട്ടിക്ക് ബദറിലേക്ക് അനുമതി കൊടുത്തു. അപ്പോൾ കൂട്ടുകാരൻ സമറത്ത് ഒരു ജുന്ദുബ് എന്ന് പറയുന്ന മറ്റൊരു കുട്ടി, ആ കുട്ടി പറഞ്ഞു, റസൂലേ, അവൻ എന്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ തമ്മിൽ പലപ്പോഴും മൽപ്പിടുത്തം നടത്തിയിട്ടുണ്ട്, എപ്പോഴും ഞാൻ അവനെ തോൽപ്പിച്ചിട്ടേ ഉള്ളൂ, അതുകൊണ്ട് അവനേക്കാൾ ശക്തൻ ഞാനാണ്, എന്നെയും യുദ്ധത്തിന് കൊണ്ടുപോകണം. സമറത്തിന്റെ മാതാപിതാക്കൾ പറഞ്ഞു, റസൂലെ ശരിയാണ് പറയുന്നത്, അവനെയും കൊണ്ടുപോകണം. സമറത്ത് ജുന്ദുബിനെയും ബദറിലേക്ക് കൂടെ കൂട്ടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കൗമാരപ്രായത്തിലുള്ള കുട്ടികളാണ് ബദർ രണാങ്കളത്തിലേക്ക് മരിക്കാൻ വേണ്ടി, ഈ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി തയ്യാറായി പോവുകയാണ്, അതിനുവേണ്ടി വാശി പിടിക്കുകയാണ് റസൂലിന്റെ മുന്നിൽ. അന്ന് അവിടെ വന്നിരുന്നൊരു കുട്ടിയാണ് അബ്ദുല്ലാഹ് ബിൻ ഉമർ, ഉമറിന്റെ മകൻ. നബി തിരിച്ചുവിട്ടു. മറ്റൊരു കുട്ടിയാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി മദീനയിൽ വരുമ്പോ 15 വയസ്സ് തികഞ്ഞിട്ടില്ല. ആ കുട്ടിയോട് നബി പറഞ്ഞു, മോനെ, നീ ഭാഷ പഠിക്കണം, ജൂതന്മാരുടെ ഇവരുടെ ഭാഷ പഠിക്കണം. ആ ഭാഷ പഠിച്ചിട്ട് അവരിൽ നിന്ന് വരുന്ന ആ കത്തുകൾ നമുക്ക് എനിക്ക് വായിച്ചു തരണം. അങ്ങനെ അമുസ്ലിമീങ്ങളുടെ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ആ കുട്ടിയെയാണ് പ്രവാചകൻ സല്ലല്ലാഹു പിന്നീട് ഖുർആൻ എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചത്. ഈ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടന എഴുതിയുണ്ടാക്കിയ കുട്ടി അതാണ് സെയ്ദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലശേഷം യമാമയിൽ ഒരു യുദ്ധം നടന്നു. യമാമ യുദ്ധത്തിൽ 70 ഹാഫിളീങ്ങൾ മരണപ്പെട്ടു. ഖുർആൻ മനപ്പാഠമാക്കി 70 ആളുകൾ മരണപ്പെട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കറിനോട് വന്ന് പറഞ്ഞു, ഖലീഫ, 70 ഹാഫിളീങ്ങളാണ് യമാമ യുദ്ധത്തിൽ മരിച്ചുപോയത്. ഇങ്ങനെ ഈ ഹാഫിളീങ്ങൾ മരിച്ചുപോയാൽ നമ്മുടെ ഖുർആൻ നമുക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് ഖുർആൻ ക്രോഡീകരിക്കണം. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ ക്രോഡീകരിക്കാൻ വേണ്ടി തയ്യാറായി. ആദ്യം അബൂബക്കർ കണ്ടെത്തിയ പേര് ഈ സെയ്ദിന്റെ പേരാണ്. സെയ്ദിനെ വിളിച്ചു പറഞ്ഞു, മോനെ, നീയാണ് പരിശുദ്ധ ഖുർആൻ എഴുതി ഉണ്ടാക്കിയ ആൾ, റസൂലിന്റെ കാലത്ത് കാത്തിബുൽ വഹിയായിരുന്നു നീ, അതുകൊണ്ട് നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് ഖുർആൻ ക്രോഡീകരിക്കണം. ആരുടെ മനസ്സിലെല്ലാം ഈ ഖുർആൻ ഉണ്ടോ, എവിടെയെല്ലാം ഈ ഖുർആൻ എഴുതി വെച്ചിട്ടുണ്ടോ, അത് ക്രോഡീകരിച്ചൊരു ഗ്രന്ഥമാക്കി തരണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സെയ്ദിനെ ഏൽപ്പിക്കുകയാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലൗ കല്ലഫൂനി നഖല ജബലിൻ, ഒരു മല ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിവെക്കാനായിരുന്നു അബൂബക്കറിനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ എളുപ്പമായിരുന്നു. വലിയൊരു ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചത്, ഞാനത് കൃത്യമായി നിർവഹിച്ചു. ഒരു ഖുർആൻ ഉണ്ടാക്കി, ഖലീഫ സൂക്ഷിച്ചു. ഖലീഫയുടെ വഫാത്തിന്റെ സമയം ഹഫ്സ റളിയല്ലാഹു അൻഹ നബിയുടെ ഭാര്യ ഹഫ്സയെ ഏൽപ്പിച്ചു. ഹഫ്സ ബിവി അത് സൂക്ഷിച്ചു. പിൽക്കാലത്ത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലമായപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഓതുന്ന ഖുർആനിന്റെ ശൈലികളിൽ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഖുർആനിന്റെ കോപ്പികൾ എഴുതി ഉണ്ടാക്കേണ്ടി വന്നു. അതേ സെയ്ദ് റളിയല്ലാഹു അൻഹു, അന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന് 20 വയസ്സ്. ആദ്യം ക്രോഡീകരിച്ച സമയത്ത് ഈ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീയാണല്ലോ ഈ ഖുർആൻ അന്ന് എഴുതി ഉണ്ടാക്കിയത്, നീ തന്നെ കോപ്പികൾ എഴുതി ഉണ്ടാക്കണം. അങ്ങനെയാണ് ഖുർആനിന് ചില കോപ്പികൾ എഴുതി ഉണ്ടാക്കി മറ്റ് രാജ്യങ്ങളിലേക്ക് കൊടുത്തുവിട്ട് ഈ പരിശുദ്ധ ഖുർആനിന്റെ കൃത്യത ഉറപ്പുവരുത്തിയ സെയ്ദ് റളിയല്ലാഹു തആല ഒരു യുവാവായിരുന്നു. അതുകൊണ്ട് എന്റെ യുവാക്കളെ, നിങ്ങൾ ലഹരിയുടെ പുറകെ പോകേണ്ടവരല്ല. നമ്മുടെ യുവസമൂഹം ഇന്ന് നമ്മുടെ നാടടക്കം നേരിടുന്ന വലിയൊരു ഭീഷണിയാണ് ലഹരി എന്ന് പറയുന്നത്. ഈ ലഹരി, ഇന്നത്തെ ലഹരി നാളെയുടെ അപകടമാണ്. ഇന്നത്തെ അപകടമാണ് നാളെയുടെ വലിയ അപകടമാണ്. അതുകൊണ്ട് യുവാക്കളെ, കൗമാരക്കാരെ ഈ ലഹരിയുടെ വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ട വലിയൊരു ചുമതല മുസ്ലിം സംഘടനകൾ ഏറ്റെടുക്കണം. അതേപോലെ തന്നെ മഹല്ല് ജമാഅത്തുകൾ ഏറ്റെടുക്കണം. വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ മഹല്ലുകളിൽ നടത്തേണ്ടതുണ്ട്. നാം വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ. വലിയ അപകടത്തിലേക്കാണ് നാടുകൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയണം. പക്ഷേ അത്തരക്കാരോട് അടുക്കുന്ന ആളുകളും നമുക്കവരെ ഉപദേശിക്കാം, അവരെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കാം. പക്ഷെ ചില ബന്ധങ്ങൾ നമ്മൾ സൂക്ഷിക്കുകയും വേണം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, തിന്മ ചെയ്തിട്ട് തിന്മയിൽ നിന്ന് പിന്മാറാത്ത ആളുകൾ, അവരോടുള്ള സഹവാസം വെടിയണം. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി
രണ്ടാം ഉമർ എന്ന പേരിൽ അറിയപ്പെട്ട അഞ്ചാമത്തെ ഖലീഫ എന്ന പേരിൽ അറിയപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി ഒരിക്കലൊരു സ്ഥലത്തൂടി ഇങ്ങനെ നടന്നു പോകുമ്പോ കുറച്ച് ആളുകൾ കൂടിയിരുന്നിട്ട് മദ്യപിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാരും മദ്യപിക്കുക, ഒരാൾ കുടിക്കുന്നില്ല. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തന്റെ കയ്യിലുണ്ടായിരുന്ന ചാട്ടവാറ് കൊണ്ട് ഒരു ഭാഗത്തുനിന്ന് എല്ലാവരും അടിക്കാൻ തുടങ്ങി. നല്ല അടി കൊടുക്കുക. ഒരാള് പറഞ്ഞു, ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് നോമ്പാന്ന് പറഞ്ഞു. എല്ലാരും കുടിച്ചോണ്ടിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഒരാൾ ഇരുന്നിട്ട് പറയാണ്, ഞാൻ കുടിച്ചിട്ടില്ല, എന്നെ അടിക്കരുത്, എനിക്ക് നോമ്പാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവനെക്കിട്ടും കൊടുത്തു നല്ല അടി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് നോമ്പാണെങ്കിൽ ഇവരുടെ കൂടെ ഇരിക്കരുത്, കുടിക്കാത്തവൻ ഈ കുടിക്കുന്നവന്റെ കൂടെ ഇരിക്കരുത്. ഇത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ലഹരിക്കാരായ ആളുകൾ അവരുടെ അടുക്കലേക്ക് ഉപദേശിക്കാൻ വേണ്ടി പോകാം, പക്ഷെ അതിനൊക്കെ സാഹചര്യങ്ങളും സമയങ്ങളും സന്ദർഭങ്ങളും നോക്കിയില്ല എങ്കിൽ അപകടത്തിൽപ്പെടാനുള്ള സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ സമുദായമാകുന്ന കപ്പൽ, ഈ കപ്പലിൽ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ കപ്പലിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം നമ്മൾ വറ്റിച്ചില്ലെങ്കിൽ, ഈ ഓട്ട നമ്മൾ അടച്ചില്ലെങ്കിൽ ഇനിയും ഈ കപ്പലിലേക്ക് വെള്ളം കയറും. ആരൊക്കെയോ കപ്പലിന് ഓട്ടയിട്ടിട്ടുണ്ട്. ഈ കപ്പലിന്റെ ഓട്ടയടച്ചുകൊണ്ട് ഈ കപ്പലിലേക്ക് ഇരച്ചു കയറുന്ന വെള്ളം നമ്മൾ നിർത്തിയില്ല എങ്കിൽ ഈ കപ്പൽ മുങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് യുവാക്കളെ, എന്റെ കൗമാരക്കാരെ, നിങ്ങൾ ദീനിന്റെ മാർഗത്തിലേക്ക് വരണം. നിങ്ങൾ ലഹരിയുടെ വഴി ഉപേക്ഷിക്കണം. നിങ്ങൾ തിന്മയുടെ മാർഗം വെടിയണം. നിങ്ങൾ നന്മയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കണം. ഈ പരിശുദ്ധ ഇസ്ലാമിന് നിങ്ങളിൽ വലിയ പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ കാലത്ത് നിങ്ങളാണ് ഈ ദീനിനെ വളർത്തിയത്. ഇനിയും ഈ ദീനിനെ വളർത്തേണ്ടത്, ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്റെ മക്കൾ, എന്റെ കൗമാരക്കാർ, എന്റെ യുവ സുഹൃത്തുക്കൾ, തീർച്ചയായിട്ടും നിങ്ങൾ ഈ ദീനിന്റെ സത്യമാർഗത്തിലൂടെ സഞ്ചരിക്കണം. ഈ സത്യസന്ദേശം ഉൾക്കൊള്ളണം. തിന്മയുടെ വഴികൾ വെടിയണം. അള്ളാഹു നിങ്ങൾക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സമുദായത്തിന്റെ സൽപ്പേര് നശിപ്പിക്കുന്ന എല്ലാ ദുശ്ശക്തികളെയും അള്ളാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. തീവ്രതയില്ലാതെ, ഭീകരതയില്ലാതെ സമാധാനത്തിന്റെ ആളുകളായി അന്ത്യം വരെ ജീവിക്കാൻ, ലോകാവസാനം വരെ ഈ മതത്തിന് നിലനിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ കുതന്ത്രങ്ങളെയും റബ്ബ് പരാജയപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനത്തോടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, പലസ്തീനിലും സുഡാനിലും ഉൾപ്പെടെ എവിടെയെല്ലാം ഈ സമുദായം എവിടെയെല്ലാം പ്രയാസപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം ഉപദ്രവിക്കപ്പെടുന്നുണ്ടോ, എല്ലാ ശത്രുക്കളും അല്ലാഹു തആല പരാജയപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.